ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജനറൽ ഗൈഡൻസ് മെസ്സേജ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന കുറച്ച് അനുഗ്രഹങ്ങൾ എന്തായിരിക്കും ഈ ഒരു മാസം? ഇപ്പോൾ ജൂൺ സ്റ്റാർട്ടായി, നമുക്ക് ജൂൺ മന്ത് മുന്നോട്ട് നിങ്ങൾക്ക് നല്ല അനുഗ്രഹമായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഓക്കെ, പുതിയ തുടക്കങ്ങൾ, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഒരു ഗിഫ്റ്റായിട്ടോ മണിയായിട്ടോ കരിയറായിട്ടോ റിലേഷൻഷിപ്പായിട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നല്ലത് ഇപ്പോൾ ഈ മാസം എന്തെങ്കിലും വരും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. ഓക്കെ, ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ 4 of Pentacles ആണ്, Page of Cups, 8 of Cups, 2 of Swords, 9 of Swords, Tower, okay, the World, Page of Pentacles, 5 of Swords and 6 of Cups, and the Hangman, Death, Justice, Ace of Wands. Very good. Okay. ഓക്കെ, ചില പുതിയ തുടക്കങ്ങൾ വരും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മാസം ഒരു സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുന്നില്ല, ഞാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, ഒരു എൻഡിങ്ങിൻ്റെ ഉള്ളിൽ ഈ മാസത്തിൽ എന്ന് പറയാം, നമുക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ലേശം ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജിയാണ് എനിക്ക് കാണുന്നത്. ഞാൻ മെയ്യിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, മെയ് മന്ത് നമ്മുടെ നമ്പർ 5 ആയിരുന്നു. ഓക്കെ, ആ 5 തന്നെ ഒരു ചേഞ്ചിൻ്റെ നമ്പറാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവും. മേ ബി ഈ 5 ഇവിടെ ഒന്നേ. ഓക്കെ, ഞാൻ 2 കണ്ടു വെച്ചു. ഓക്കെ, ഇവിടെ ഒരു ടവർ കാർഡ് കാണുന്നുണ്ട്. ഇതെനിക്കൊരു പാസ്റ്റ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എൻഡിങ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് വല്ല മേജർ എൻഡിങ്സ് ആയിരിക്കാം. എന്തെങ്കിലും കാര്യമായ എന്തെങ്കിലും സംഭവങ്ങൾ, ഇഷ്യൂസ് നടന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലവർക്ക് ഇവിടെ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസിൻ്റെ കാര്യം പറയാം. ഓക്കെ, നിങ്ങളെ പിടിച്ച് കുലുക്കുന്ന ഒരു ചെറിയ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യേണ്ടി വരുന്ന തരത്തിൽ ഒരു ചെറിയ മാറ്റങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസേഷൻ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്ട്സ് സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, മേ ബി ഓൾറെഡി നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഇത് എനർജീസ് നമുക്ക് കുറച്ച് ദിവസം മുമ്പ് തൊട്ട് ഇനി അടുത്ത വരുന്ന കുറച്ച് ദിവസം വരെ നമുക്കിത് പറയാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ വരാൻ നിൽക്കുന്നുണ്ടാവും ഇങ്ങനത്തെ എനർജീസ്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ 4 of Pentacles എനിക്ക് ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ നമ്മൾ പറയാറുള്ളത് 4 of Pentacles പറയുമ്പോൾ നമ്മളിങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളെല്ലാം മനസ്സിൽ ചില കാര്യങ്ങൾ ഉള്ളിൽ വെച്ചിരിക്കുന്നു എന്ന രീതിക്ക്. പക്ഷെ ഇത് ഇവിടെ നമ്മളെല്ലാം തുറന്ന് പറയുക എന്ന രീതിക്കാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളോട് ആരെങ്കിലും ചിലപ്പോൾ അവരുടെ ഫീലിങ്സ് തുറന്നു പറയാനുള്ള സാധ്യതയാണ്. ചിലവർക്ക് ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് എനിക്ക് കാണുന്നത്. ചിലവർക്ക് നിങ്ങൾക്ക് ചില പണത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ചിലവ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടാവും. ഓക്കെ, നിങ്ങൾക്കത് ചിലവാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളോട് പറയുന്നത് മടിച്ച് നിൽക്കണ്ട, ചിലവാക്കൂ എന്ന കാര്യം. ഇവിടെ 9 of Swords കാണുന്നുണ്ട്. എന്തെങ്കിലും ടെൻഷൻ, സ്ട്രെസ്സ് ഉള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം അതിനു വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ചില പണം ചിലവിൻ്റെ കാര്യം വരാൻ സാധ്യതയുണ്ട്. ഇതും ആക്ച്വലി നമ്മളൊരു കെയർ എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ഒരു കെയർ മേ ബി ഹെൽത്തിൻ്റെ കാര്യത്തിലായിരിക്കാം. ഓക്കെ, ഹെൽത്തിൻ്റെ വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പൈസ ചിലവാക്കിയേ പറ്റൂ അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാൻ നിങ്ങൾ കുറച്ച് പണം ചിലവാക്കേണ്ടി വരുമായിരിക്കാം. അങ്ങനെയായിരിക്കും. ഇവിടെ 8 of Cups ഉണ്ട്. വാക്കിംഗ് അവേ ആണ്. നമ്മൾ എന്തെങ്കിലും വിട്ടു പോകുന്ന ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. ചിലത് പിന്നിൽ ഉപേക്ഷിക്കാം നമ്മൾ പറയുമല്ലോ. ഓക്കെ, ചിലത് പിന്നിൽ ഉപേക്ഷിക്കുന്ന ഒരു തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 of Swords ഉണ്ട്. ആക്ച്വലി നമ്മൾ ചോദിച്ചത് അനുഗ്രഹമാണ്, പക്ഷെ വന്നിരിക്കുന്ന ഒരുപാട് നിങ്ങളുടെ സ്ട്രെസ്സുകൾ കാണുന്നുണ്ട്. ഐ തിങ്ക് ഈ മന്ത് ലേശം അനുഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, പക്ഷെ
ഐ തിങ്ക് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഈ മന്ത് കുറച്ച് സ്ട്രെസ്സ് കൂടി വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഓൾറെഡി നമ്മുടെ ഇയർ ഇപ്പോൾ നമുക്ക് പകുതിയായി, ജൂണായി, ഇനി ഒരു 6 മാസമേ ഉള്ളൂ അല്ലേ, എത്ര വേഗം സമയം പോകുന്നത്. സോ അതിൻ്റെ ഒരു നമ്മളും ഒരു ടെൻഷനിലായി പോകും അല്ലേ, ചില കാര്യങ്ങൾ എന്താണ് ഇനിയും ഒന്നും മാറിയിട്ടില്ല, ഇനി എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിക്കുമോ എന്നൊക്കെ നമ്മുടെ മനസ്സിലും ചിന്തയുണ്ടാവുക. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കോൺഫ്ലിക്ട്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില കോൺഫ്ലിക്ട്സ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡിങ്സ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരുമെന്ന് പറയാം, മാറ്റങ്ങൾ വരുമെന്ന് പറയാം. ഓക്കെ, ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് കൂടി കാണുന്നുണ്ട്. ഇവിടെ എല്ലാം കൊണ്ടും ഐ തിങ്ക് എനിക്ക് ഒന്നിച്ച് കൂട്ടി എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇവിടെ പല സിറ്റുവേഷൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കാം. ചിലവർക്ക് പൈസ ചിലവ് വരും എന്ന് പറയാം. ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കാം. ചിലവർക്ക് എന്തെങ്കിലും വിട്ടുപോകേണ്ട ഒരു സാഹചര്യമായിരിക്കാം. ചിലവർക്ക് ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട് അതിൻ്റെ ഒരു സ്ട്രെസ്സ്, നിങ്ങൾ വളരെയധികം അതിൻ്റെ സ്ട്രെസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. ഓക്കെ, അതിന് വേണ്ടി ആക്ഷൻ എടുക്കാൻ നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. ഓക്കെ, ചില കോൺഫ്ലിക്ട്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ വാക്കവേ, കോൺഫ്ലിക്ട്സ് നിന്ന് വാക്കവേ ചെയ്യുക എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുമായിട്ട് എപ്പോഴും നിങ്ങൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ വീട്ടിലായാലും ഫാമിലിയിലായാലും ഒക്കെ, അതിൽ നിന്ന് കോൺഫ്ലിക്ട്സ് എന്നൊന്ന് മാറി പോകേണ്ടി വരുമായിരിക്കും. ഇവിടെ നല്ല ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എനിക്ക് 2 കാണുന്നുണ്ട്. ഒന്ന്, ഇവിടെ പേജ് ഓഫ് കപ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വരാനുള്ള സാധ്യതയാണ്. ആരെങ്കിലും നിങ്ങളോട് ഇമോഷണൽ ചിലപ്പോൾ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. എന്തെങ്കിലും ഒരു പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടാം. ഓക്കെ, നിങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇത്രയും ടെൻഷൻ്റെ ഇടയിലും മേ ബി എന്തോ 1-2 ചെറിയ കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നല്ലത് നടക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇത് പേജ് ഓഫ് പെന്റിക്കിൾസ് അഗൈൻ ഒരു ജോലിയുടെ ഓഫർ എന്ന രീതിക്ക് നമുക്ക് പറയാം. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു നിങ്ങൾക്കൊരു ജോലി ഓഫർ കിട്ടാനുള്ള സാധ്യതയാണ്. എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വരും. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറെ പലതും ഐ തിങ്ക് നെഗറ്റീവ് ഒരുപാട് ഗോ ത്രൂ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് വരുന്നത് പോലും നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ഓക്കെ, അതായത് നമ്മൾ പറയില്ല, അത്രയും ടെൻഷൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ വല്ലതും എന്തെങ്കിലും ചെറുത് കിട്ടുമ്പോൾ പോലും നമ്മളതിനെ നോട്ടീസ് ചെയ്യാതെ പോകും അല്ലേ. എന്ന് വെച്ചാൽ നമുക്കത് ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ ഉണ്ട്, ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ വേൾഡ് കാർഡ് ഉണ്ട്. ഇതാണിപ്പോൾ മേജറായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നു എന്ന രീതിക്ക്. ഓക്കെ, ചില സിറ്റുവേഷൻസ് ഇവിടെ എൻഡ് ചെയ്ത ശേഷം പുതിയ ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഒക്കവേ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ മേ ബി അതിന് ശേഷം നിങ്ങൾക്ക് ചില നല്ലത് വരും എന്നായിരിക്കാം. ഓക്കെ, അഗെയിൻ ട്രാവലിൻ്റെ കാര്യമൊക്കെ പറയാം. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമായിരിക്കും. മാറ്റത്തിൻ്റെ കാര്യം പറയാം നമുക്ക്. ആൻഡ് ഇവിടെ അഗെയിൻ ഞാൻ പറഞ്ഞു, ഒന്ന്, നിങ്ങൾക്ക് ആരെങ്കിലും ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാം. മേ ബി നിങ്ങളോട് കെയർ കാണിക്കാം, അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലുമൊക്കെ കെയർ കാണിക്കാം. മേ ബി നിങ്ങളുടെ ഫാമിലി മെമ്പർ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ആരെങ്കിലും നിങ്ങളോട് വളരെ കെയർ ആയിട്ട് ചിലപ്പോൾ പെരുമാറുമായിരിക്കും. ആൻഡ് ഇവിടെ പേജ് ഓഫ് നിങ്ങൾക്ക് കൂട്ട് ആരെങ്കിലും ഉണ്ട്, സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് പേജ് ഓഫ് പെന്റിക്കിൾസ് ഒരു ഓഫറിൻ്റെ കാര്യം, ജോലി എന്തെങ്കിലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ്. മണി, എന്തെങ്കിലും പൈസ ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് തന്നെ. ഓക്കെ, ചിലവർ അങ്ങനെ ഒരു ആക്ച്വലി ഇത് നിങ്ങൾ ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ മേ ബി അത് തീരുന്ന ഒരു കാര്യം കൂടി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ അതൊരു കോംപ്രമൈസ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ഒന്നുമില്ലെങ്കിൽ അവർ നിങ്ങളോട് വന്ന് സോറി പറയാം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് സോറി പറയാം. ആ രീതിക്ക് ഒരു ഇത് കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് 6 of Cups ആണ്, നോസ്റ്റാൾജിയുടെ കാര്യമാണ് പറയുക. ഐ തിങ്ക് നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആവാനുള്ള സാധ്യതയാണ് ഈ ഒരു മാസം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ നോസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക എന്നാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് മേ ബി ചെറുപ്പത്തിലെ കാര്യങ്ങളോ, നിങ്ങൾ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുക, അങ്ങനത്തെ വല്ല കാര്യങ്ങളായിരിക്കാം. ഫ്രണ്ട്സ്, ഫാമിലിയൊക്കെ മിസ് ചെയ്യുന്ന ഒരു തരത്തിലായിരിക്കാം. ഓക്കെ, പഴയ കാലങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്ന തരത്തിലായിരിക്കാം. പഴയ സന്തോഷങ്ങൾ മിസ് ചെയ്യുന്ന തരത്തിലായിരിക്കാം. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ചോദിച്ച അനുഗ്രഹമാണ്. പക്ഷെ ചെറിയ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ചെറിയ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എവിടെയോ വേറെ ചില പ്രശ്നങ്ങളും വരാനുള്ള ഒരു സാധ്യതയായിട്ടാണ് എനിക്ക് കാണുന്നത്. മാറ്റങ്ങൾ വരും. ഓക്കെ, മാറ്റങ്ങൾ വരും എന്ന് പറയാം. ഡെത്താണ്, ജസ്റ്റിസ് ആണ്, ഏസ് ഓഫ് വാൻസ് ആണ്. ഒരു പുതിയ തുടക്കം വരും. പക്ഷെ അതിനു മുമ്പ് ലേശം ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. ഓക്കെ, ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ന്യായമായത് കാര്യങ്ങൾ ചിലത് നല്ല രീതിക്ക് നടക്കും. അതിന് വേണ്ടി ചില എൻഡിങ്സ്, ന്യൂ ബിഗിനിങ്സ് വരാനുള്ള സാധ്യതയാണ്. ന്യൂ ബിഗിനിങ് വരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ലേശം സമയമെടുക്കും. ഇപ്പോൾ ഐ തിങ്ക് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. ഇപ്പം നിങ്ങളുടെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണില്ല. പക്ഷെ അത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ചിലത് മാറി മറിയുമ്പോഴേ ചിലത് നല്ലത് നമുക്ക് വരുള്ളൂ. ഓക്കെ, സോ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണെന്ന് കൂട്ടിയാൽ മതി. ബ്ലെസ്സിങ് നോക്കിയിട്ട് നിന്നപ്പോൾ ബ്ലെസ്സിങ് ഒന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ. ഞാനും പ്രതീക്ഷയല്ല.
മേ ബി നിങ്ങളുടെ മൈൻഡ് ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വന്നാൽ പോലും ഐ തിങ്ക് നിങ്ങളത് അങ്ങനെ ഫീൽ ചെയ്യില്ല നിങ്ങൾക്ക്. ആ രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ മാസം എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒന്നുകൂടി ഞാൻ ഒന്ന് നോക്കട്ടെ. ഓക്കെ, 2-3 കാർഡ് കൂടി എടുത്തേക്കാം. ഓക്കെ, ചാരിയറ്റ് മൂവ്മെൻറ്റ് അഗൈൻ, വേൾഡ്, ടെമ്പറൻസ് ആൻഡ് ഓക്കെ 6 ഓഫ് പെൻറ്റിക്കിൾസ് അഗൈൻ. നമ്മൾ ജസ്റ്റിസ് പറയുന്ന അതേ ഫീലിംഗ് ആണ്. ആൻഡ് സൺ ഇവിടെ ഉണ്ട്. ഓക്കെ, ചാരിയറ്റ്, ടെമ്പറൻസ് ആൻഡ് 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, വരും, ഇതൊന്ന് ബാലൻസ് ആവും. നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് ബാലൻസ് ആവാനുണ്ട്. ഐ തിങ്ക് നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിരിക്കും ഈ മന്ത്. കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഗോ ത്രൂ ചെയ്യാനുള്ള സാധ്യതയാണ്. ഐ തിങ്ക് ഒരുപാട് സ്ട്രെസ് അടിക്കാനുള്ള ഒരു ടൈം പീരീഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളോട് പറയുന്ന ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ മൂവ്മെൻറ്റ് വരുന്നുണ്ട്, മാറ്റങ്ങൾ വരും. ഓക്കെ, മാറ്റങ്ങൾ വരും. വേൾഡ് കാർഡും ചാരിറ്റും ഉണ്ട്. സോ മൂവ്മെൻറ്റ് ഉണ്ട് മുന്നോട്ട്. നിങ്ങളൊരു യാത്രയുടെ കാര്യമാണെങ്കിൽ യെസ്, അതും ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ ലേശം ഈ മാസം ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡ് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഒരുപാട് ഇമോഷണലായിട്ട് വളരെ സ്ട്രെസ്ഡ് ആയിട്ട് പോകണ്ട, ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അവനവനെ ഒന്ന് ഒരു എന്താ പറയുക, കുറച്ചുകൂടി എന്തെങ്കിലും വന്നാൽ തന്നെ, എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതെല്ലാം നല്ലതിനായിരിക്കും എന്നുള്ളൊരു വിശ്വാസമൊക്കെ വയ്ക്കാം. ഓക്കെ, എല്ലാം യൂണിവേഴ്സ് അതിൻ്റെ ഒരു ജസ്റ്റിസ് ചെയ്യും എന്ന രീതിയിൽ മൈൻഡിലൊന്ന് നിങ്ങൾ തോട്ട്സ് കൊണ്ടുവരാം. ഓക്കെ, പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. ലേശം നമ്മൾ നോക്കിയ റീഡിങ് കുറച്ച് ഇതായിപ്പോയി. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നെങ്കിലും എന്തെങ്കിലും നല്ല അഡ്വൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുമോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ത്രൈവിങ്, ഈ ഒരു മാസം ഓക്കെ ഞാൻ പറയാം. ഹാപ്പിനെസ്, ബ്ലെസ്സിങ്സ്, ഓക്കെ, പേഷ്യൻസ്, ക്ഷമയുടെ ടൈമാണ്, ഫുൾഫിൽമെൻറ്റ്, ഫ്ലോ. ഓക്കെ, നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് പറയുമ്പോൾ ഫോക്കസ് ആൻഡ് പ്ലെഷർ ഉണ്ട് ഇവിടെ. ഓക്കെ, സന്തോഷം, ഹാപ്പിനെസ് എന്നൊക്കെ തന്നെയാണ് ഇവിടെ. ത്രൈവിങ് ഈ ഒരു മാസം. ഓക്കെ, നിങ്ങൾ ലേശം ഇപ്പം തൽക്കാലം നിങ്ങളൊരു സർവൈവിങ്ങിനെ കുറിച്ച് മാത്രം ആലോചിക്കുക. എന്ന് വെച്ചാൽ എന്ത് സിറ്റുവേഷനെയും ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ നമുക്ക് സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡോടെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ മാത്രം ഓരോ ദിവസമായിട്ട്, ലൈക്ക് 1 day at a time എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം. ഓക്കെ, ഇന്നത്തെ ദിവസം എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഒരുപാട് പാസ്റ്റിനെ കുറിച്ചും ആലോചിക്കേണ്ട, ഫ്യൂച്ചറിനെ കുറിച്ചും ആലോചിക്കേണ്ട. ഓക്കെ, തൽക്കാലം ഇന്നത്തെ ദിവസം ഒന്ന് കടന്നു കിട്ടട്ടെ എന്ന രീതിയിലൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു മന്തിൽ നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. ഹാപ്പിനെസ് വരും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഇത് ഹാപ്പിനെസ് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങളുടെ മൈൻഡിനെ ഹാപ്പിയാക്കി വെക്കണോ വേണ്ടതെന്ന്. യെസ്, പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മൾ ഒരു വിശ്വാസം, യൂണിവേഴ്സിലൊരു വിശ്വാസം ദാറ്റ് എല്ലാം ഇതും മാറി വരും, ഈ സമയം മാറി വരും എന്ന രീതിയിൽ. ഓക്കെ, ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഹാപ്പിനെസ്, ബ്ലെസ്സിങ്സ്, ഫുൾഫിൽമെൻറ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷേ അല്പം ക്ഷമ വെക്കേണ്ട ഒരു സമയമാണ് ഇതിപ്പോൾ. നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു കുറച്ചൊന്ന് ക്ഷമയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുണ്ട്. ബാലൻസ് കളയാതെ. ആക്ച്വലി 6 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നമ്പർ ബാലൻസിൻ്റെ ആണ് അല്ലേ. 3 and 3 ബാലൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് ഈ മന്ത് നിങ്ങളൊന്ന് ലേശം പേഷ്യൻസോടെ, ക്ഷമയോടെ എല്ലാ കാര്യങ്ങളെയും ഇമോഷണൽ ആവാതെ, ഓവർ ഇമോഷണലായി പോവാതെ ശ്രദ്ധിക്കുക. കാര്യങ്ങളെ ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഫ്ലോ ഉണ്ട്, ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയില്ലേ. ത്രൈവിങ്, ഗോ വിത്ത് ദ ഫ്ലോ ഒന്നിച്ചാൽ ഒരേപോലെ പറയാം. അതായത് നിങ്ങളിപ്പോൾ തൽക്കാലം എന്താണോ അതിനൊപ്പം പോയിക്കൊണ്ടിരിക്കുക, ആ ഒഴുക്കിനൊപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഫുൾഫിൽമെൻറ്റ് വരും നിങ്ങൾക്ക്. ആൻഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഫോക്കസ്, ഐ തിങ്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഞാൻ പറഞ്ഞ ഒരുപാട് സ്ട്രെസ്സിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് ഫോക്കസ് കൊടുക്കുക, അതിനെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസമായിട്ട് നമുക്ക് മറികടന്ന് പോവാം എന്ന രീതിയിൽ മൈൻഡിനെ ഒന്ന് സ്ട്രോങ് ആക്കി കൊണ്ടുപോകാം. ഓക്കെ, ഫുൾഫിൽമെൻ്റ് ഉണ്ട്, ഹാപ്പിനെസ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്, തീർച്ചയായിട്ടും ഇതൊക്കെ വരും. പക്ഷെ ഇപ്പോൾ ലേശം സമയം നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരേണ്ടതാണ്. മേ ബി നിങ്ങൾ കുറെ കൂടി ഇതൊക്കെ പഠിക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം അല്ലേ. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് ഓവർകം ചെയ്യാൻ നമ്മുടെ ഉള്ളിലെ സ്ട്രെങ്ത്തും പേഷ്യൻസും ക്ഷമയും കാര്യങ്ങളും എല്ലാം നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നന്നായിട്ട്. ഓക്കെ, നമ്മളെല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാൻ നമുക്ക് സ്ട്രെങ്ത്തിന് വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.